അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹാബി പ്രമുഖൻ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെത്തി സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നലി ലിസാനൻ ദരിബൻ അലാ അഹ്ലി, എൻ്റെ കുടുംബങ്ങളെ മേൽ മൂർച്ചയേറിയ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു നാവാണ് നിശ്ചയമായും എനിക്കുള്ളത്. നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക വഴി ഖദ് ഖശീതു, തീർച്ചയായും ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു, അൻ യുദ്ഖിലനിന്നാർ, നരകത്തിൽ നാവ് എന്നെ കടത്തിയേക്കുമോ എന്ന്. ഞാൻ എന്തു ചെയ്യണം എന്നാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ തിരുനബിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട്, അൻത മിനൽ ഇസ്തിഗ്ഫാർ, നീ എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? നിന്റെ ഇസ്തിഗ്ഫാർ എങ്ങനെയെല്ലാമായിരിക്കും? നിശ്ചയമായും ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫീ കുല്ലി യൗമിൻ, ഓരോ ദിവസത്തിലും 100 മർറ, 100 പ്രാവശ്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100% പാപ സുരക്ഷിതനായിരിക്കെ ദിവസങ്ങളിൽ, ഓരോ ദിവസങ്ങളിലും 100-ലധികം പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടെങ്കിൽ, നിരന്തരമായി തെറ്റുകൾക്ക് അടിമപ്പെട്ടു പോകുന്ന നാമൊക്കെ എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയേണ്ടി വരും? വേദനിപ്പിക്കുന്ന വാക്കുകളല്ലേ നമ്മിൽ നിന്നും വരാറുള്ളത്. അള്ളാഹു നമ്മെ കാത്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.